ഇന്ന് അടുക്കളയിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതും അതേപോലെ തന്നെ ഔഷധ ഗുണവുമുള്ള ഒരു ഗാർലിക് പൗഡറിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് പൗഡറാക്കി എടുക്കുന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് പൗഡറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും പിന്നെ ഉപകാരപ്രദമുള്ള കുറച്ച് ടിപ്സുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ 250 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പൗഡറാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ സാധാരണ പൊട്ടിച്ചെടുക്കുമ്പം ഇത് വെറുതെ കൈകൊണ്ട് തന്നെ ഇതുപോലെ പൊളിച്ചെടുക്കാറാണല്ലോ. അപ്പോൾ അന്നേരം നമുക്ക് പുറത്തെ തൊലി പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷേ അകത്തുള്ള ഇത് കുറച്ചുണ്ടല്ലോ, ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അതിന് പകരം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഇടികലുണ്ടെങ്കിൽ അത് വെച്ച് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒന്ന് ഇടിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി ഇതുപോലെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ സ്കിന്നൊന്നും കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു തണ്ട് എടുത്ത് എന്തായാലും കളയണം, ഈ നടുഭാഗത്തുള്ളത്. പിന്നെ നമുക്ക് കളയേണ്ടത് ഇതിൻ്റെ പുറത്തുള്ള ആ തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഇതുപോലെ ഒന്ന് ഇടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇടികല്ലില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹാമറോ ചുറ്റിക എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ, അത് വെച്ച് കൊടുത്താൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എല്ലാം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ തട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള ആ തൊലി ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഇതുപോലെയുള്ള സെൻട്രൽ ഭാഗത്തുള്ള ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതും കൂടി മാറ്റി വെക്കാം. വേറെ ഉള്ളിയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വെളുത്തുള്ളി തൊലി നിങ്ങൾ കളയരുത്. ഇതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഡിഷ് വാഷർ കൂടി മിക്സ് ചെയ്ത് ചെടികൾക്ക് അടിച്ചു കൊടുത്താൽ ചെടികളിലും പച്ചക്കറികളിലൊക്കെ ഉണ്ടാകുന്ന കീടങ്ങൾക്ക് നല്ലൊരു കീടനാശിനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലത്തെ തൊലി മുഴുവനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്ന് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സ്കിന്ന് എടുക്കാനുണ്ടെങ്കിൽ നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും കേട്ടോ. ഇനി നമ്മളിതൊന്ന് കഴുകിയെടുക്കണം. കാരണം എന്തെങ്കിലും കീടനാശിനികളൊക്കെ അടിച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നന്നായി കഴുകിയെടുക്കണം. ഒരിക്കലും വെള്ളത്തിൽ കുതിർക്കരുത്. ഇതേപോലെ കഴുകിയെടുത്ത് ഇതുപോലെ മിക്സിയിലിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അധികം അരക്കരുത്. ഒന്ന് പൾസ് മോഡിൽ നമ്മൾ ആ ബട്ടൺ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കറക്കിയെടുത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അധികം ഒരിക്കലും അരഞ്ഞെടുക്കരുത്. ഇനി നമുക്കിത് ഉണക്കാനായി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ഇല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് കേട്ടോ ഇത് നിരത്തി കൊടുക്കുന്നുള്ളത്. നിങ്ങൾ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ പേപ്പറോ ബേക്കിംഗ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. കാരണം ഇത് പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കും. ഇതിനൊരു തരം പശയുണ്ട് ഈ വെളുത്തുള്ളിക്ക്. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇടുമ്പോൾ ഒന്നുമില്ലാതെ പ്ലേറ്റിൽ വെച്ചാൽ പിന്നെ എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇല വെച്ച് കൊടുക്കുന്നുള്ളത്. ഇതിൽ പറ്റുന്ന പോലെ നമ്മളിതുപോലെ വിടർത്തിയിടണം. ഇത് നമുക്ക് അധിക സമയമൊന്നും ഉണക്കാനില്ല കേട്ടോ. നല്ലൊരു 4 മണിക്കൂർ വെയിൽ കൊണ്ടാൽ തന്നെ മതി. ഇപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് അരയാതെ ബാക്കിയുണ്ട്, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് ആ ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് വീണ്ടും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടും സൂക്ഷിക്കാം. പക്ഷെ അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗാർലിക് പൗഡർ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിലും എത്രയോ ഭേദമല്ലേ, നമുക്ക് വാങ്ങിച്ചാൽ പോരെ, ഇത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള പൗഡർ വാങ്ങിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല നമ്മളിത് ഗാർലിക്കൊക്കെ കഴുകിയിട്ടാണ് എടുക്കുന്നുള്ളത്. അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഒരു 4 മണിക്കൂർ ഇത് ഉണക്കിയെടുത്തതാണ് കേട്ടോ. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഒന്ന് ഇലയിൽ നിന്ന് ഇത് ഇളക്കി കൊടുത്തിരുന്നു. കാരണം ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാൻ പ്രയാസമായിരിക്കും. വെയിലത്ത് വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും വെച്ചാൽ മതി കേട്ടോ. ഏകദേശം ഒരു 4 മണിക്കൂർ നല്ല വെയിൽ കൊണ്ടാൽ തന്നെ നല്ല ക്രിസ്പായി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഉടനെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മളിത് കുറച്ച് സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ദിവസം പൊടിക്കാമെന്ന് കരുതിയാൽ ഈ ക്രിസ്പിനെസ്സൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് പൊടിച്ച് ബോട്ടിലാക്കി സൂക്ഷിക്കുന്നതാണ് നല്ലത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്തിൽ പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നും കൂടി വെയിൽ കൊള്ളിച്ചാൽ മതി കേട്ടോ. കുറച്ച് സമയം നല്ല വെയിൽ കൊള്ളിച്ചതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനെല്ലാം തന്നെ മിക്സിയിലേക്ക് മാറ്റി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി പൊടിക്കണം കേട്ടോ. ഒറ്റ പൊടിക്കലിൽ നമുക്ക് ചിലപ്പോൾ അത്ര നല്ല സ്മൂത്ത് പൗഡർ കിട്ടില്ല.
അപ്പോൾ ഒന്ന് പൊടിച്ചതിന് ശേഷം വീണ്ടും ഈ പ്ലേറ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് അരിച്ചിട്ട് വേണം എടുക്കാൻ. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ആ ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ കളയരുത്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഇതാ മുഴുവനായും തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ബാക്കിയുള്ള ഭാഗമില്ലേ, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുമ്പം അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് അധികം പൊടിയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത പൊടി ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു ബോട്ടിലാണ് ആക്കി വെക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിത് തുറക്കാതെ തന്നെ നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ച് നമ്മളിത് എടുത്താൽ മതി. ഇത് ശരിക്കും നമുക്ക് 1 മാസം വരെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഒന്നും കേടാവുമൊന്നുമില്ല. പിന്നെ പുറമേയുള്ള കുട്ടികൾക്ക് കൊടുത്തു വിടാനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ ഇതെനിക്ക് അത്ര നാൾ ഉപയോഗിക്കേണ്ട പൊടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചിട്ടില്ല. പുറത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ കുറേ നാളത്തേക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ, ആവശ്യത്തിന് അന്നേരം ഉണ്ടാക്കിയാലും മതിയല്ലോ. ഇപ്പോൾ ഇതുപോലെ ഹോൾസ് ഇല്ലതായതുകൊണ്ട് നമുക്കിത് തുറക്കാതെ തന്നെ സ്പൂണൊന്നും ഇടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ എപ്പോഴും കേടാകാറില്ല. അപ്പോൾ നമ്മൾ നന്നായി സൂക്ഷിച്ച് വെച്ചാൽ നമ്മളൊരിക്കലും കേടാവില്ല കേട്ടോ. നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി. പിന്നെ വെയിലില്ലാത്തവർക്ക് നമുക്കിത് ഓവനിൽ വെച്ചിട്ടും ഇതുപോലെ ഉണക്കിയെടുക്കാം. ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് ഫ്രൈയിങ് മോഡിൽ വെച്ചിട്ട് ആക്കിയെടുത്താൽ മതി. പിന്നെ ഇതേപോലെ നമ്മൾ പൊടിച്ചാൽ മതി കേട്ടോ. പക്ഷേ ചൂട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. 5 മിനിറ്റ് വെച്ചാലും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നന്നായി ഇതുപോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ ഇത് നമ്മൾ സാധാരണ പൊടിക്കുന്ന അത്രയും കളർ ഉണ്ടാവുന്നില്ല കേട്ടോ. കുറച്ചൊരു യെല്ലോയിഷ് കളറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ചീരത്തോരൻ വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല ചുവന്ന കളറിൽ നമുക്ക് ചീരത്തോരൻ കിട്ടുന്നതാണ് കേട്ടോ ഈ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഈ ഗാർലിക് പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതേപോലെ ഗാർലിക് പൗഡർ ചേർത്താൽ മതി. ഇനി നമുക്കതിലേക്ക് മത്സ്യം കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ സാലഡ്സിന് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. വെജിറ്റബിൾസും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, വിനീഗർ, കുരുമുളക് പൊടി, ഒലിവ് ഓയിലൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കടല ചട്നി ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.